സജിയേട്ടാ ഇവിടെ സേഫ് അല്ല. അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ സേഫ് അല്ല, ശരിക്കും സേഫ് അല്ല ഗൈസ്. അവസാനം എനിക്കും പണി കിട്ടി ഗൈസ്, നല്ല പാലും വെള്ളത്തിൽ. ഇന്നലെ രാത്രി നമ്മളെ വണ്ടി കലങ്കിൽ പാർക്ക് ചെയ്തിട്ട് പോയത്. രാവിലെ വന്ന് നോക്കാൻ നേരം ആരോ ഒരുത്തൻ നല്ലൊരു നല്ലോണം ഉരച്ച് തേച്ച് ഒട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. അന്നെ നമ്മള് പൊക്കും കേട്ടോ. എന്നെ രാവിലെ തന്നെ നമ്മളെ വണ്ടി കണ്ടപ്പോഴേ നമ്മുടെ മൂഡ് പോയിട്ടുണ്ടായി. കാരണം എന്നെ പോലെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ബോയ്സിന് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടി ഏതോ ഒരുത്തൻ വന്ന് സ്ക്രാച്ച് ആക്കിയിട്ട് പോയത്. അത് ശരിക്കും കണ്ടോണ്ട് നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ശരിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ വണ്ടി കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പോത്തങ്കോടുള്ള US സ്പ്രേ പെയിന്റിങ്ങിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി എവിടെയെന്നാണ് പെയിന്റ് അടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പെയിന്റ് അടിച്ചത് പോത്തങ്കോടാണ്. പോത്തങ്കോടുള്ള US സ്പ്രേ പെയിന്റിംഗ് ഷോപ്പിൽ നിന്നാണ് പെയിന്റ് അടിച്ചത്. ശരിക്കും നമ്മളെ വണ്ടി കൊണ്ട് കാണിച്ചപ്പോൾ പോത്തങ്കോടുള്ള ചേട്ടനും ഒരുപാട് വിഷമമായി. കാരണം നമ്മൾ കാറിന് ഈ ഗ്രീൻ പെയിന്റ് ഇപ്പൊ കൊടുത്തിട്ട് ഒരു 3 മാസേ ആവത്തുള്ളൂ. അങ്ങനെ ഞാൻ ചേട്ടനോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അടുത്ത ദിവസം തന്നെ വണ്ടി തരാന്ന് പറഞ്ഞു. കാരണം നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ വേറെ വണ്ടി ഇല്ലായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയത് ഞാനും കുഞ്ചും നമ്മളെ കാറിലാണ്. കാർ അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഒരു ഓട്ടോയും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കലങ്കിൽ നിന്ന് വിളിക്കുന്ന ഷിജുവണ്ണന്റെ ഓട്ടോയാണ് വിളിച്ചത്. കാർ അവിടെ കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ഷിജുവണ്ണന്റെ ഓട്ടോയിലാണ് തിരിച്ചു വന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി കുഞ്ചു കലങ്ങിലുള്ള ഷാ സ്റ്റോഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ നമ്മുടെ കലങ്ങിൽ വെച്ചിട്ടുള്ള ക്യാമറ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, CCTV. അങ്ങനെ നമ്മുടെ കാർ സ്ക്രാച്ച് ആക്കി അവന്റെ CCTV ഫൂട്ടേജ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാറിന്റെ റണ്ണിംഗ് ബോർഡിന്റെ അവിടെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, ഇടിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ ഒരു പീസൊക്കെ ചളക്കി കയറിയിട്ടുണ്ട്. സെന്ററിന്റെ അവിടെ നല്ല സ്ക്രാച്ചും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, അത്യാവശ്യം നല്ല സ്ക്രാച്ച് ഉണ്ട്. എന്തായാലും രാവിലെ തന്നെ നല്ല അടിപൊളി കണിയാണ് കിട്ടിയത്. കണ്ടപ്പോ ശരിക്കും നല്ല രീതിയിൽ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും കണ്ട് തളരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അതങ്ങ് വിട്ടേ. എന്തായാലും നമ്മളെ കാർ സ്ക്രാച്ച് ആക്കി അവനെ ഉടനെ തന്നെ പിടിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഉടനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാം. അങ്ങനെ വണ്ടി പെയിന്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഓട്ടോയിൽ വീട് എത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.